നിങ്ങൾക്ക് എന്താ പ്രശ്നം എനിക്ക് മനസ്സിലാവുന്നില്ല. കമന്റ് ബോക്സ് മൊത്തം ജിൻഡോക്ക് കപ്പ് കിട്ടിയതിൽ സീക്രട്ട് ഏജന്റ് പോസ്റ്റ് ഇട്ടില്ല, ജിൻഡോക്ക് കപ്പ് കിട്ടിയതിൽ സീക്രട്ട് ഏജന്റ് കൺഗ്രാചുലേറ്റ് ചെയ്തില്ല, ജിൻഡോക്ക് കപ്പ് കിട്ടിയതിൽ സീക്രട്ട് ഏജന്റ് കുശുമ്പ്, ജിൻഡോക്ക് കപ്പ് കിട്ടിയതിൽ സീക്രട്ട് ഏജന്റ് ദേഷ്യം. ആരതൊക്കെ പറയുന്നു? കമന്റ് ബോക്സ് മൊത്തം സായി കുറച്ച് മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അതിൽ സായി ആ ഒരു വീഡിയോൻ്റെ ടൈറ്റിൽ ഇങ്ങനെയാണ്: ജിൻഡോ കപ്പ് കമൻഡോളി ഇരക്കൽ ഓക്കെ, ബെഗ്ഗിങ് ഓക്കെ, ഇതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഞാനിത് കണ്ട സമയത്ത് ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ മുമ്പ് പറയണത്, അതായത് ജിൻഡോക്ക് കപ്പ് കിട്ടിയിട്ട് സീക്രട്ട് ഏജൻറ്റ് പോസ്റ്റ് ഇട്ടില്ല എന്നുള്ളത് ആ കമൻറ്റ് ബോക്സിൽ കംപ്ലീറ്റ് എല്ലാവരും പോയിട്ട് സായിനോട് ചോദിക്കുകയാണ്. അതായത് എന്തുകൊണ്ട് സീക്രട്ട് ഏജൻറ്റ് ജിൻഡോക്ക് കപ്പ് കിട്ടിയതിന് പോസ്റ്റ് ഇട്ടില്ല എന്നാണ് ആ കമൻറ്റ് ബോക്സ് മൊത്തം എല്ലാ സ്ഥലത്തും. അതിന് സായി ഒരു പേരിട്ടിട്ടുണ്ട്. എല്ലാ സബ്സ്ക്രൈബേഴ്സും സായിനെ കാണുന്നവരെല്ലാം ഇരന്നുകൊണ്ടിരിക്കുകയാണ്. പച്ചയ്ക്ക് പറഞ്ഞാൽ ഇരക്കാണ് കിടന്നിട്ട്. ഏകദേശം 3600 കമൻ്റ് ഉണ്ട്. ഞാൻ ഈ ഒരു ചാനലിൽ പോയി നോക്കിയപ്പോൾ ഞാൻ അങ്ങനൊരു കമൻ്റ്, ആരും ഇറന്നതായിട്ടുള്ള കമൻ്റ് ഞാൻ കണ്ടില്ല. ഞാനതിൽ കണ്ടത് എന്താണെന്നറിയോ? ആരും സായിയെ കുറ്റം പറയല്ലേ, സായി കുറച്ച് കഴിഞ്ഞാൽ കരയും, കാറുണ്ടെങ്കിൽ സീക്രട്ട് ഏജൻറ്റ്, കാറില്ലെങ്കിൽ ജാഫർ ഏജൻറ്റ്. ഇവൻ്റെ കൊണയടി കേൾക്കുമ്പോൾ ചിരി വരുന്നത് എനിക്ക് മാത്രമാണോ? എൻ്റെ അമ്മോ, ഇതിനൊരു പോസിറ്റീവ് കമൻറ്റ് എത്ര ചികഞ്ഞിട്ടും കിട്ടുന്നില്ല. നീ ഒരു വാഴയാണെന്ന് നിനക്ക് എപ്പോഴും മനസ്സിലായില്ലേ മരവാഴെ? സീക്രട്ട് ഏജൻറ്റ് വെറും ഒരു കോമാളിയാണെന്ന് തെളിയിച്ച ബിഗ് ബോസിന് നന്ദി. പുള്ളി മാത്രം ഇപ്പോൾ സീക്രട്ട് ഏജൻറ്റ് എന്ന് വിളിക്കുന്നതാണ് വേറൊരു സത്യം. കേരളം കണ്ട ഏറ്റവും വലിയ വേട്ടാവളിയൻ. ഊക്ക് കിട്ടി വണ്ടിയിലുണ്ടായിരുന്ന ജിത്തുബായ് സ്നേഹമൊക്കെ കണ്ടം വഴി ഓടിപ്പോയോ? ഇപ്പോൾ കാണാനേ ഇല്ല. ഉണ്ണി മുകുന്ദൻ ഇതൊക്കെ കണ്ട് ചിരിച്ചൊരു വഴിയായിട്ടുണ്ടാവും. ഭഗവാൻ, ഇതിലൊരൊറ്റ കമൻറ്റ് ഞാൻ ഒരുപാട് സ്ക്രോൾ ചെയ്ത് നോക്കി, ഇതിലൊരൊറ്റ കമൻറ്റ് പോലും ജിൻഡോനെ കുറിച്ച് പോസ്റ്റ് ഇട്ടതായിട്ട് ഞാൻ കണ്ടില്ല കേട്ടോ. സീരിയസ്ലി 3600 കമൻറ്റ് ഞാൻ കുറേ സ്ക്രോൾ ചെയ്ത് നോക്കി. ആരെങ്കിലും അങ്ങനെ പറയുന്നുണ്ടോ എന്നുള്ളത് അതൊന്നും പറഞ്ഞില്ല. പിന്നെ എന്തായിരിക്കാം സായി ഇത് പറഞ്ഞത്? ഏത് കമൻറ്റ് ബോക്സിൻ്റെ കാര്യമാണ് സായി സംസാരിക്കുന്നത് അറിയില്ല കേട്ടോ. ഞാൻ എൻ്റെ കമന്റ് ബോക്സിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താ പറയുക, സൈബർ ബുള്ളിങ് അല്ല, സൈബർ എരക്കൽ, എരന്നുകൊണ്ടിരിക്കുന്ന സൈബർ എരക്കൽ. കമന്റ് ബോക്സിൽ ഒരു പോസ്റ്റ് എന്താ ഇടാത്തെ? ജിൻഡോ കപ്പടിച്ചതിൽ എന്താ പോസ്റ്റ് ഇടാത്തെ? എവിടെയും കണ്ടില്ല കേട്ടോ. സീരിയസ്ലി എവിടെയും കണ്ടില്ല. ഇനിയിപ്പോൾ എൻ്റെ കണ്ണിന് വല്ല കുഴപ്പമുണ്ടോ? നമ്മൾ വായിക്കുന്നത് അപ്പോൾ 2 പോയെന്ന് വെച്ചാൽ 2 കമൻറ്റ് ബോക്സ് ഉണ്ടാവോ? എന്താണെന്നുണ്ടെങ്കിലും ജോക്സ് അപ്പാർട്ട്, സായിയുടെ വീഡിയോയിൽ സായി ഏകദേശം 7,50,000 സബ്സ്ക്രൈബേഴ്സ്, നോട്ട് എ സ്മോൾ എമൗണ്ട് അല്ലേ? അത്രയധികം ആൾക്കാർ സീക്രട്ട് ഏജൻറ്റ് എന്ന ചാനലിനെ നോക്കി കണ്ട് അതിലുള്ള ന്യൂസും ഒരുപാട് വ്യൂസും കാര്യമല്ല. വ്യൂസ് മാത്രമല്ല, ഒരു കാലത്ത് അല്ലെങ്കിൽ ബിഗ് ബോസ് പോകുന്നതിന് മുന്നേ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് കമൻറ്റ്സ് ഉണ്ടായിരുന്ന കമൻറ്റ് ബോക്സ് ഇന്ന് ഒരു പോസിറ്റീവ് കമൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് കമൻറ്റ് തിരഞ്ഞെടുക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം വെച്ചാൽ പോസിറ്റീവ് കമൻറ്റ് ഇല്ല. അതാവാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, സീക്രട്ട് ഏജൻ്റ് ആയി പോയി. ഇതിപ്പോൾ ആൾക്കാരുടെ എക്സ്പെക്റ്റേഷൻ എന്നൊക്കെ ഞാൻ ആദ്യം പറയുന്നത് ആൾക്കാരുടെ എക്സ്പെക്റ്റേഷൻ മാത്രമല്ല, സീക്രട്ട് ഏജൻ്റായി പോയിട്ട് അവിടെ യാതൊന്നും ചെയ്യാതെ ഞാൻ സായി കൃഷ്ണനായിട്ട് മാറി എന്ന് പറയുന്ന ഒരു ഫേക്ക് ഗെയിം കളിച്ച വ്യക്തി. കാരണം എന്താ വെച്ചാൽ ഫേക്ക് ഗെയിം എന്ന് പറയാൻ കാരണം അതിനുള്ളിൽ നിന്ന് ഇറങ്ങി തിരിച്ചു വന്നതിന് ശേഷം വീണ്ടും പഴയതിനേക്കാളും ഒന്നും കൂടി, ഇപ്പോൾ ഈ വീഡിയോ ഒക്കെ കണ്ടാൽ അറിയാം, പഴയതിനേക്കാളും ഒന്നും കൂടി അഹങ്കാരവും, പഴയതിനേക്കാളും ഒന്നും കൂടി, അതായത് എന്തൊക്കെയോ മനസ്സിൽ കിടന്നിട്ട് ഫ്രസ്ട്രേഷൻ കിടന്നിങ്ങനെ തിളച്ച് മറിയാണ്. ഞാൻ അങ്ങനെ പോസ്റ്റ് ഒന്നും ലൈക്ക് കപ്പ് പിടിച്ച ആളൊപ്പം പോയി കെട്ടിപ്പിടിച്ച അയാളെ കപ്പും പിടിച്ചിരുന്ന പോസ്റ്റ് ഉള്ള ആ ഒരു മെന്റാലിറ്റി ഉള്ള ആളല്ല ഞാൻ. ബേസിക്കലി അങ്ങനെ ഞാൻ ചെയ്യാറില്ല, മനസ്സിലാക്കിയത്. എന്നാലൊരു കൺഗ്രാജുലേഷൻ ആൾക്കാരൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ അല്ലേ? കാരണം പണ്ട് ദിൽഷ ജയിച്ച സമയത്ത് ദിൽഷ ജയിച്ചു, കൺഗ്രാജുലേഷൻസ്. അതെ, ഇതുപോലെ എന്തെങ്കിലും ഒരു ദിൽഷ ജയിച്ചപ്പോൾ കൺഗ്രാജുലേറ്റ് ചെയ്ത പോലെ എന്തെങ്കിലും ഒരു കൺഗ്രാജുലേഷൻ അങ്ങനെ ആരെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ കേട്ടോ. ഞാൻ ആരെങ്കിലും ചോദിച്ചതായിട്ട് കണ്ടില്ല. ഞാൻ പറഞ്ഞത് ജിൻഡോക്ക് കപ്പ് കിട്ടിയതിലൊരു എക്സൈറ്റ്മെന്റ് എനിക്ക് വന്നിട്ടില്ല. നമുക്ക് അങ്ങനെ ഒരു സാധനം വരുള്ളൂ, ഒരാൾ കപ്പടിക്കുമ്പോൾ നമ്മൾ എക്സൈറ്റഡ് ആവുമല്ലോ. അപ്പൊ മേ ബി അർജുനാണ് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ എക്സൈറ്റഡ് ആവും. ഇത് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഇതിനു മുന്നേ ആരോ കപ്പിൻ്റെ കേസിലൊരു എക്സൈറ്റ്മെൻറ്റ് പറഞ്ഞല്ലോ. ആരപ്പം അത്? എക്സൈറ്റ്മെന്റ് ആണോ? ഞാൻ എക്സൈറ്റ് ആവുന്നത് വേറെ കപ്പെടുക്കുമ്പോൾ എനിക്ക് എങ്ങനെ എക്സൈറ്റ്മെന്റ് ഉണ്ടാവുന്നു? അങ്ങനെ എനിക്ക് എക്സൈറ്റ്മെന്റ് ഒന്നും പ്രതീക്ഷിച്ചായിരുന്നു.
ആ ഇതാണ് എക്സൈറ്റ്മെൻറ്റിൻ്റെ ആൾ. ശരിയാണ്, ഇവരൊക്കെ എക്സൈറ്റ്മെൻറ്റിൻ്റെ ടീം കേട്ടോ. ശശി പാലാരിവട്ടം ശശി അല്ലേ, അത് സിജോ സായി സിജോ കോമ്പിനേഷൻ. സായി സിജോ കോമ്പിനേഷൻ ഇപ്പോൾ സെസി ആയിട്ട് നിൽക്കുകയാണ്, സീക്രട്ട് ഏജൻറ്റ് സിജോ. കാരണം വെച്ചാൽ സായി പോയി ഇപ്പോൾ വീണ്ടും സീക്രട്ട് ഏജൻ്റ് ആയി നിൽക്കുന്ന സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളത്. അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നില്ല. അതിനിപ്പോൾ 10 കമന്റ് ബോക്സിൽ വന്നിട്ട് സൈബർ ബുള്ളിങ് എന്ന് പറഞ്ഞിട്ട് സൈബർ ഇഴക്കൽ നടത്തിയിട്ടൊന്നും ഒരു കാര്യമില്ല. അങ്ങനെ ആയിരുന്നിട്ട് ഒന്നും നടക്കാൻ പോണില്ല. ഞാനോ അതിൽ ഒട്ടകണോ അങ്ങനെ ഇതല്ല. ഇതിനപ്പുറം ഞാൻ മറ്റേ ബിഗ് ബോസ് പോണതിന് പിന്നെ സീക്രട്ട് ഏജന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്, മനസ്സിലായില്ലേ? പിന്നെ ഇപ്പൊ പുതിയതായിട്ട് വന്നിട്ട് പിന്നെ കമന്റ് ബോക്സിൽ ഉണ്ടാക്കാമെന്ന് ആരും വിചാരിക്കണ്ട. അതായത് അവനവൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ പച്ചയ്ക്ക് പുച്ഛിക്കുക, അവരെ ഭിക്ഷക്കാരെന്ന് വിളിക്കുക, അവർ ഇരക്കുന്നവരാണെന്ന് വിളിക്കുക. ഓൾറെഡി നമ്മുടെ സിറ്റുവേഷൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. ബിഗ് ബോസ് തിരിച്ചെത്തിയതിന് ശേഷം പഴയ ഒരു പ്രതാപം വീണ്ടെടുക്കാനുള്ള നോർമൽ കണ്ടീഷനിലെ ആൾക്കാർക്കൊക്കെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് പഴയ പ്രതാപം വീണ്ടെടുക്കാനാണ് ശ്രമിക്കുക. ഇവിടെ പഴയ പ്രതാപം വീണ്ടെടുക്കൽ പോയിട്ട് വീണ്ടും ബഹിരാകാശത്തേക്ക് പോയി അവിടെ സ്ഥിരതാമസമാക്കി നമ്മൾ ആൾക്കാരെയും കൂടി അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള സിറ്റുവേഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡിൽ മനുഷ്യൻ വീഡിയോ ചെയ്യൂ? ഒന്ന് ആലോചിച്ച് നോക്കുക. കമന്റ് ബോക്സിൽ വന്നിട്ട് ജിൻഡോക്ക് ഒരു കപ്പിന് എന്തുകൊണ്ട് സീക്രട്ട് ഏജന്റ് പോസ്റ്റ് ഇട്ടില്ല എന്ന് ചോദിച്ച് സൈബർ ഇരക്കൽ നടത്തുന്നവരോടാണ് കൃത്യമായിട്ട് ഇരക്കണം. ഓക്കെ, എന്നാലേ ഒരു രസം ഉണ്ടാവുള്ളൂ ഇതിനൊക്കെ. സൈബർ ഇരക്കൽ കാണുമ്പോൾ എനിക്ക് ആ കരച്ചിൽ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഈ വീഡിയോ കണ്ടു നോക്കുന്ന സമയത്ത് ഇതിൽ ഓരോ പെർട്ടിക്കുലർ സെൻറ്റൻസ് പറഞ്ഞ സമയത്തും ഈ ഒരു ഫ്രസ്ട്രേഷൻ, അതായത് ഒന്ന് ജിൻഡോന് കപ്പ് കിട്ടിയ ഫ്രസ്ട്രേഷൻ, പിന്നെ അതിൻ്റെ ഉള്ളിൽ ചെന്നിട്ട് ഒന്നും ആവാതെ തിരിച്ചു വന്നു. അതൊക്കെ സോഷ്യൽ മീഡിയ അത്രയധികം സീരിയസ്ലി സോഷ്യൽ മീഡിയ ഓരോ ആൾക്കാരും സായിനെ സ്നേഹിക്കുന്നവരായാലും അല്ലാത്തവരായിരുന്നെങ്കിലും അത്രയധികം എന്താ പറയുക മോശം കമൻറ്റുകളെ കൊണ്ട് കേട്ടോ വിളയാടുന്ന സിറ്റുവേഷൻ. അപ്പോൾ ആ ഒരു ഫ്രസ്ട്രേഷൻ മുഖത്ത് നല്ലോണം കാണുന്നുണ്ട്, അത് വാക്കുകളിലൂടെ പുറത്തു വരുന്നുണ്ട്. കാരണം വെച്ചാൽ ഈ ഒരു വീഡിയോ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 7-8 പ്രാവശ്യം തന്നു, അതിൽ കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ, അറിയില്ല, ഞാൻ എണ്ണി നോക്കിയിട്ടില്ല. 7-8 പ്രാവശ്യമാണ് ഈ ഇരക്കലിൻ്റെ കാര്യം എടുത്തെടുത്ത് പറയുന്നത്. അപ്പോൾ ആ ഫ്രസ്ട്രേഷൻ, ആ എന്താ പറയുക, ആ ജിൻഡോ അതിൻ്റെ ഉള്ളിൽ തന്നെ മൂപ്പർ ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. അത് അതിന് ആൾക്കാർ പൊക്കി പിടിച്ച് വരിക എന്നൊക്കെ പറയുന്നുണ്ട് ഈ വീഡിയോയിൽ. അതായത് ജിൻഡോനെ കൊണ്ട് ഒരിക്കലും കപ്പടിപ്പിക്കില്ല എന്നുള്ളത്. സ്വാഭാവികമായിട്ടും നമുക്ക് ഇഷ്ടപ്പെട്ട ആളുകളൊക്കെ അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കാം. ഇപ്പോൾ നമ്മളതിൽ മത്സരിക്കുന്ന സമയത്ത് നമ്മൾ ഫ്രണ്ട്സായിട്ടുള്ള അതിന് മത്സരിക്കുന്നവരുടെ ഫ്രണ്ട്സായിട്ടുണ്ടായിരിക്കാം, അതൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ സീക്രട്ട് ഏജൻറ്റിനെ പോലെ ഒരു വ്യക്തി, ഇത്രയധികം ബിഗ് ബോസ് റിവ്യൂ ചെയ്ത ഒരാൾ, ഇത്രയധികം സോഷ്യലി റിലവൻ്റ് ആയിട്ടുള്ള ഇഷ്യൂസിൽ വളരെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുള്ള ആളെ ഭാഗത്തുനിന്ന് ഒന്നും അറിയാത്ത ഒരു വിവരമില്ലാത്തൊരു മനുഷ്യൻ്റെ രീതിയിൽ ഇതുപോലുള്ള പ്രതികരണങ്ങൾ കാണുന്ന സമയത്ത് പിന്നെ നമ്മളെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഒരു പുല്ലുപോലും കൽപ്പിക്കാതെ ഇരക്കുന്നവരെന്നൊക്കെ പറയുന്നത്. ഞാൻ ആ പരിപാടി രണ്ടാമത് തുടങ്ങിയാലോ എന്ന് ആലോചിക്കുന്നു. കമന്റുകൾ വിടാതെ വിളിക്കുന്നു. ഈ XYZ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞത് ഒളിവെടിയിലുണ്ടായ അക്കൗണ്ട്സിനെ അല്ല എടുക്കുന്നത്, പ്രോപ്പറായിട്ട് ഐഡന്റിറ്റി ഉള്ള അക്കൗണ്ട്സിനെ എടുത്ത് വെച്ചിട്ട് 10 പറയുന്ന എന്നാലൊക്കെ തീരുമാനം കമന്റ് ഇടുന്നവന്മാർ. അങ്ങനത്തെ ജെനുവിൻ പ്രൊഫൈലുണ്ട് കുറെ ടീമുകൾ. അതായത് ഒന്നുമില്ലാത്തൊരു വീഡിയോയുടെ അടിയിൽ പോയിട്ട് വരെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി പറഞ്ഞിട്ട് പോകുന്ന കുറെ സാധനങ്ങൾ. ഈ മറ്റേ ജിൻഡോയ്ക്ക് ഒരു കപ്പ് കിട്ടിയതിന്റെ പോസ്റ്റിന് ഇറക്കാൻ വരുന്ന പോലെയല്ല, അല്ലാതെ കുറെ വേറെ സാധനങ്ങൾ ഇടുന്നവരുണ്ട്. അവന്മാര് ഈ പറഞ്ഞ പോലെ 2 കൊടുക്കണം. 10 പറഞ്ഞാൽ നമുക്ക് സമാധാനം കിട്ടുന്നുള്ളവരെ പിടിച്ചെങ്കിൽ പറയാൻ തുടങ്ങണം. എന്തായാലും അടുത്തൊരു പദ്ധതി ഏതായാലും ഒരു തുടങ്ങാമൊരു പരിപാടി ഉണ്ട്. കാരണം വെച്ചാൽ കമൻ്റ് ഇടുന്നവരെ തിരഞ്ഞു പിടിച്ച് അവരെ കമൻറ്റ് വായിക്കുക. അത് ഭയങ്കര രസമായിരിക്കും കേട്ടോ, അത് ഭയങ്കര കോമഡി ആയിരിക്കും. കാരണം വെച്ചാൽ അവനവൻ്റെ കമൻറ്റ് ബോക്സും വല്ല സമയത്തൊക്കെ നോക്കുന്നത് നല്ലതാണ്. കാരണം വെച്ചാൽ ആൾക്കാർക്ക് എന്താ നമ്മളെക്കുറിച്ചൊരു അഭിപ്രായം എന്നുള്ളത് അറിയാലോ. അപ്പോൾ അങ്ങനെ ഒരു കമൻറ്റ് ബോക്സ് സ്വയം വായിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇതുപോലെ ആയിരിക്കില്ല തോന്നുന്നുണ്ട്. ഒന്നും കൂടി ഒന്ന് പഴയ ഒരു പ്രതാപത്തിലേക്ക് തിരിച്ചു വരാമെന്നൊരു തോന്നലുണ്ട്. അവിടെയും ഈ ഇരക്കൽ പറയുകയാണ്. കാരണം ഓരോ സെൻറ്റൻസ്, ഞാൻ ഇതിൻ്റെ ക്ലിപ്പിംഗ് മുഴുവൻ എടുത്തിട്ടില്ല, ഓരോ സെൻറ്റൻസിലും ഇരക്കൽ എന്ന് എടുത്ത് പറയുന്നു. പ്ലസ് അത് ജിൻഡോൻ്റെ കപ്പ്. കാരണം അത്രയും ഫ്രസ്ട്രേഷനാണ്. നീങ്ങാനും ജിൻഡോക്ക് കപ്പ് കിട്ടിയത് നീ ഇട്ടില്ല, ജിൻഡോന്റെ കപ്പിന്റെ പോസ്റ്റ് നീ ഇട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നീ തീർന്നു പോകണമെന്നൊക്കെ. അങ്ങനെ തീർക്കാൻ പറ്റണ ആൺകുട്ടികളാണെങ്കിൽ വാടാ തീർത്ത് കാണിച്ചുക. അതൊന്നും കാണണല്ലോ. ഒന്നും എന്റെ പൊന്നെ, ഇതുവരെ ഇല്ലാത്ത എന്താ പറയാ തീർക്കല്ലോ. പേടിച്ച് അയ്യേ,
ഈ മീശയും വെച്ച് നീ ഉള്ള വില കളയാതെന്ന് പറഞ്ഞാൽ അയ്യയ്യയ്യേ എങ്ങനെ ഒരു മനുഷ്യൻ വില കളയൂ? ജിൻഡോക്ക് ഇത് പോസ്റ്റ് ഇട്ടില്ലെങ്കിൽ നീ തീർന്നടാന്നൊക്കെ പറയുന്നവരോടൊക്കെ പറയുന്നത് അയ്യയ്യയ്യേ. ഇത്രയധികം ഒരു മനുഷ്യനൊരു സാമാന്യ ബോധം വളരെ മിനിമം ആയിട്ട് ഞാൻ പോണ്.